ഹലോ കൂട്ടുകാരെ, അത്രയും ടേസ്റ്റുള്ള ഒരു കൊഞ്ചിൻ്റെ നമ്മുടെ ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് ഞെട്ടിക്കാം. കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയം മതി. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി സമയം വേണ്ടേ, അത്രയും സമയമൊന്നും വേണ്ട. എപ്പോഴും നമ്മൾ തീയലും റോസ്റ്റും ഫ്രൈയും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അത്രയും ടേസ്റ്റി ആയതുകൊണ്ടാണ്. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജീര റൈസാണ്. അപ്പം അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ജീര റൈസിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റായിരുന്നു. അല്ലാതെ നമ്മൾ സാധാരണ വെള്ളച്ചോറിൻ്റെ കൂടെയും ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. ഇത് ഒരു 250-300 ഗ്രാം കൊഞ്ചുണ്ട്. അതിനകത്ത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് 10 മിനിറ്റ് നമുക്ക് പുരട്ടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് തേങ്ങയുടെ അരപ്പാണ്. അപ്പം ഞാൻ ഇവിടെ അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പം ഉള്ള പോലത്തെ പുളി, അത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡർ, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ വേണ്ടത് നമുക്കൊരു ജീരകമാണ്. ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. നന്നായിട്ട് ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സവാള, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത്രയും മെനക്കെടാൻ വയ്യാത്തവർ ഒരു ചെറിയ സവാള എടുത്താൽ മതി. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നാവും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തോണം. അങ്ങനെ ഗോൾഡൻ ബ്രൗണായി കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ടൊമാറ്റോ, ഇപ്പോൾ വലിയ ടൊമാറ്റോ ആണെങ്കിൽ പകുതി എടുത്താൽ മതി. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. നല്ല ചെറിയ സിമ്മിലിട്ട് വേണം നിങ്ങളിത് റോസ്റ്റാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ അരച്ച മസാലയുടെയൊക്കെ പച്ച മണം മാറുന്ന നമുക്കറിയാൻ പറ്റും. നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കണം. ഇപ്പോൾ ഈ ചേർക്കുന്ന ചെറിയ ഒരു തിളച്ച വെള്ളം അല്ലെങ്കിലും ചെറിയ ചൂടാക്കിയ വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ. ചെറിയ ചൂടോട് കൂടിയുള്ളൊരു വെള്ളം വേണം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് ഒന്നായിട്ട് തിളപ്പിക്കണം. ഒരു നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പം നമ്മൾ മാർഗനേറ്റ് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച കൊഞ്ച് അതിനകത്ത് ചേർത്ത് അടച്ചു വെക്കണം. അപ്പോൾ 15 മിനിറ്റ് മതി. കൊഞ്ച് പെട്ടെന്ന് വേവുന്നതാണ്. ഒരു 14-15 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ കൊഞ്ച് നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ സെറ്റായി കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് എടുക്കുമ്പോഴാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഓഫ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് 1 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില ഇട്ട് ഒന്ന് 1 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജീര റൈസിൻ്റെ കൂടെ എന്തൊരു ടേസ്റ്റായിരുന്നു. ഇത് ഗോവൻ പ്രാൺ കോക്കനട്ട് മിൽക്ക് കറി എന്നാണ് പറയുന്നത്. ഞാനിത് അവിടെ ഗോവയിൽ പോയപ്പം കഴിച്ചതാണ്. അങ്ങനെയാണ് എനിക്ക് റെസിപ്പി കിട്ടിയത്. ഞാൻ അവിടുത്തെ റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്കവർ റെസിപ്പി പറഞ്ഞു തന്നു. തേങ്ങാപ്പാൽ ചേർത്തും ഉണ്ടാക്കും, തേങ്ങാപ്പാൽ ചേർക്കാതെയും ഉണ്ടാക്കും, തേങ്ങയുടെ പേസ്റ്റ് അരച്ചും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. റെസിപ്പീസ്